അപ്പൊ ഗൈസ് ഇന്ന് ന്യൂ ഇയർ ആണ്. 12 മണിക്ക് 12 മുന്തിരി കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇതാ മൂന്നാറിന്റെ വണ്ടിയൊക്കെ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. മൂന്നാറിന്റെ ടൗണിലൂടെ ഇങ്ങനെ ഞങ്ങൾ നടന്നു വന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്താൽ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ മുന്തിരിക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. മുന്തിരി അവിടെ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ശ്രമിക്കും. അല്ലേ ഗോപോ? പിള്ളേരൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിക്കണ്ടേ? വേണം. അപ്പൊ നമ്മൾ 12 മുന്തിരിക്ക് വേണ്ടി പോവുകയാണ് ഗൈസ്. ഞങ്ങൾ നടക്കുവാണ് 12 മുന്തിരിക്ക് വേണ്ടി. മുന്തിരി വാങ്ങാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിന്റെ ഉള്ളോട്ട് പോവാ. ഇതാണ് മൂന്നാർ മാർക്കറ്റ് ഗൈസ്. അതെ, മുന്തിരി കിട്ടുന്നില്ല ഗൈസ്. ഫ്രൂട്ട്സ് കയറി ഉണ്ട്, അവിടെ മുന്തിരി മാത്രമില്ല. എന്തൊരു കഷ്ടമാണത്. ദൈവം എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എവിടെയും ഇല്ല മുന്തിരി. ഞങ്ങൾ മുന്തിരി അടിക്കും. അല്ല കൊച്ചിയിലാണെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിക്ക് ഓട്ടെങ്കിലും ചെയ്യായിരുന്നു. അതെ, മുന്തിരിയാണ്. ഇവിടെ മുന്തിരി ഇല്ല, പക്ഷെ ബാക്കി എല്ലാവരുടെ മുന്തിരി ഇല്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കിട്ട് വരട്ടെ. പച്ച അതിൽ ഞങ്ങൾ ഗ്രേപ്സ് 1 കിലോ. അതല്ലോ അങ്ങനെ 1 കിലോ ഒന്ന് കാണിച്ചേ. മുന്തിരി തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം ഞങ്ങൾക്ക് മുന്തിരി കിട്ടി കഴിച്ചു. പച്ചമുന്തിരി രണ്ടിടത്തും. ഒരിടത്ത് 1 കിലോ 100, ഒരിടത്ത് 1 കിലോ 200. എന്താ ഇപ്പൊ വ്യത്യാസം? പക്ഷെ അവിടെ നിന്ന് മേടിക്കരുത്. അയാളുടെ അഹങ്കാരി. എനിക്ക് ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. ഇന്ന് അണ്ണന്റെ അടുത്ത് മാത്രം ഞാൻ മേടിക്കും. ചേട്ടാ 1 കിലോ. അയ്യോ, ഫൈനലി ഗൈസ് ഞങ്ങളുടെ 1 കിലോ മുന്തിരി കിട്ടി ഞങ്ങൾക്ക്. യെസ്, കിട്ടി ഗൈസ്. കണ്ട ഗൈസ്, നമ്മുടെ മുന്തിരി തികയൂല. അത് അപ്പൊ നമ്മുടെ ആഗ്രഹം പറഞ്ഞ പിള്ളേർ ആഗ്രഹം ഞങ്ങൾ സാധിക്കും. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിൽ വന്നിട്ടാണ് ഗൈസ് വെച്ചിരിക്കുന്നത്. ദേവതകളെ മുഴുവൻ വിളിച്ച് ഈ വർഷം ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്യും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. എന്റെ കുട്ടി മാനിഫെസ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുവന്ന കുട്ടിയാണ്. പിന്നെ മറന്നുപോയോ നീ? ഞാൻ പെട്ടെന്ന് അവളെ ഇടയ്ക്ക് വെച്ച് മറവിയുണ്ട്. എനിക്കറിയാം, ഞാൻ ഒന്നുമേ മറക്കില്ല. നിനക്കറിയാലോ. അങ്ങനെ ഞങ്ങൾ കിട്ടി കഴിച്ചു. അതും പച്ചമുന്തിരി കിട്ടി. അപ്പൊ തങ്കാരിയായ ആ ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് മേടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് മേടിച്ചത്. നല്ല കച്ചവടം. ഇത് നമ്മളുടെ വിജയം ഗൈസ്. അങ്ങനെ മുന്തിരിക്ക് ശേഷം ഞങ്ങൾ ഇനി നേരെ ഞങ്ങളുടെ കൂടാരം റിസോർട്ടിലോട്ട് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ന്യൂ ഇയർ. സമയം 6 മണി കഴിഞ്ഞു ഗൈസ്. ഞങ്ങളുടെ 6 കൂടാരത്തിൽ എത്തണമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ അമ്മീന്റെ ഡ്രൈവിംഗ് സ്കിൽ പൊളിയായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈം പറഞ്ഞാൽ എത്തിക്കും. അല്ലേ? നല്ല എന്റെ നടക്കാത്ത ഗോപുനെ കൊണ്ട് ഞാനിവിടെ ഓടിക്കുവാണ്. 3 ചുറ്റും നേമേ ട്രാവലർ കയറി മരിച്ചെന്ന് ന്യൂസ് വരും. ശരി, അതെ, ഓടിക്കുവാണ് ഞാൻ. ഇന്നലെ ഞാൻ ടോപ്പ് സ്റ്റേഷൻ കയറ്റിച്ചല്ലേ? അല്ലേ ഗോപു? നടക്കാത്ത. അതെ, ക്യാമറയോട് ക്യാമറ. അമ്മിന്റെ ക്യാമറ കാണിക്കോ? അമ്മിനെ കാണിക്കോ? അയ്യോ, 1 മിനിറ്റ്. അങ്ങനെ വന്നത് ഞാൻ. അയ്യോ ഗൈസ്, ഓണാക്കാൻ പറഞ്ഞ ക്യാമറ. ഞാൻ ഞങ്ങളുടെ മെയിൻ ക്യാമറമാൻ അമ്മീന്റെ ഫേസ് ഒന്ന് ഇത്തിരി കാണിച്ചാൽ ഞാൻ അയ്യാ ഇതാണ് ഞങ്ങളുടെ. കണ്ടു ഗൈസ്? മിത്തേരയുടെ ഒരു പാർട്ണർ അങ്ങോട്ട് പോകുന്നു. ഒരു പാർട്ണർ ഇവിടെ നിൽക്കുന്നു. അതെ, മിത്തേര ജോയ്. അതെ ഞങ്ങളുടെ പ്രോ റൈഡർ അമീൻ റഷീദ് ഇപ്പൊ റൈഡ് ചെയ്യണ കണ്ടോ? റൈഡർ ഞങ്ങളുടെ കമോൺ. എന്തോ അല്ലേ? നല്ല രസം കാണാൻ. അങ്ങനെ ഗൈസ് ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള 12 മുന്തിരി ഓരോരുത്തർക്ക് ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് ഞങ്ങളിതാ പോവുകയാണ്. അതെ, ഒരാൾക്ക് 12 മുന്തിരി വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിൽ. ഞങ്ങളങ്ങനെ 6 പേരാണ് ഗൈസ് ഉള്ളത്. അതിൻ്റെ അതെ, മുന്തിരി ആരും വെച്ചിട്ട് ഞങ്ങൾ തരല കേട്ടോ. അല്ല ഗോപു, ആരും കൊടുക്കൂല.
കഷ്ടപ്പെട്ട് മൂന്നാറിന്റെ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയതാ ഞങ്ങള്. അതെ, ഓടി നടന്നു പോയി വാങ്ങിച്ച കൊണ്ടിരിക്കും. അതെ, അയ്യോ ഞാനിതിപ്പോ കഴിക്കും. നിങ്ങൾ ആരെയും പിടിച്ചേ? മര്യാദക്ക് എന്റെ കയ്യിൽ അന്നാ പിടിച്ചോ, പിടിക്കുമ്പോളിരിക്കണത്. ഇത് കഴുകണം ഗൈസ്, ആദ്യം കഴുകിട്ട് വേണം അവിടെ വെക്കാൻ. ആൾക്കാർ നോക്കുമ്പോ എന്റെ 2 പോക്കറ്റില് ഇതെന്ത് 12 മണിയാകുമ്പോ 12 3, 2, 1 start.